ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഈശ്വര, സമൃദ്ധിയുടെ ഭൂതകാലത്തിലേക്കുള്ള വഴി അടയുകയാണല്ലോ. ഇനിയിപ്പോ എന്ത് ചെയ്യും? ഞങ്ങൾക്കും ഡോക്ടറിന്റെ മരണം ഒരു ഷോക്കായിരുന്നു. വളരെ വളരെ പ്രതീക്ഷയോടെ ഞാൻ വന്നത്. സർ, കൊല്ലപ്പെട്ട് ഇത്രയും വർഷം കഴിഞ്ഞിട്ടും ബുള്ളറ്റ് എല്ലിനുള്ളിൽ നിന്ന് പോകാതിരുന്നത് അത്ഭുതം തന്നെയാണ്. ഇതിൽ ഒരു അത്ഭുതവുമില്ല. മരണശേഷം ഡീകമ്പോസിഷൻ എത്രയായാലും എല്ലിനൊരു കുഴപ്പവും സംഭവിക്കില്ല. അതിനുള്ളിൽ കുടുങ്ങിയ ബുള്ളറ്റ് ഇളകി പോവുകയില്ല. സ്കെൽട്ടൻ കട്ട് ചെയ്തിട്ടാണ് ഞങ്ങളിത് പുറത്തെടുത്തത്. ഗുഡ്. ശങ്കർ സർ, തോക്ക് ഉപയോഗിക്കാൻ ലൈസൻസ് ഉള്ളവരുടെ ലിസ്റ്റ് എത്രയും പെട്ടെന്ന് SP ഓഫീസിൽ നിന്ന് എടുക്കണം. അതെടുത്തിട്ടുണ്ട് സർ. ഗുഡ് വർക്ക്. ഇത് വളരെ സർപ്രൈസ് ആണല്ലോ. ഈ ലിസ്റ്റിൽ അവന്തികയുടെ പേരുണ്ടല്ലോ. അതെ സർ, അവരുടെ കയ്യിലും ലൈസൻസ് ഉള്ള തോക്കുണ്ട് സർ. ഇത് ജില്ലയിലെ ലൈസൻസ് ഉള്ള തോക്കുടമകളുടെ ലിസ്റ്റ് മാത്രമല്ലേ? ലൈസൻസ് ഇല്ലാത്ത തോക്കുകൾ വേറെ ഉണ്ടാവുമല്ലോ. പക്ഷേ നമുക്ക് വേണ്ടത് കിട്ടി. ശങ്കർ, എത്രയും പെട്ടെന്ന് അവന്തികയുടെ പിസ്റ്റൾ സ്റ്റേഷനിൽ സറണ്ടർ ചെയ്യാൻ പറയണം. ഓക്കെ സർ. സറണ്ടർ ചെയ്യുന്നില്ലെങ്കിൽ പിടിച്ചെടുക്കണം. സർ, സ്കെൽറ്റലിനുണ്ടായിരുന്ന ബുള്ളറ്റും അവന്തികയുടെ കയ്യിലുള്ള തോക്കിന്റെ ബുള്ളറ്റും പരിശോധിക്കണം. ഓക്കെ സർ. ആ തോക്കിലെ ബുള്ളറ്റ് തന്നെയാണോ മരണകാരണമെന്ന് കണ്ടെത്തണം. ശരി സർ. അത് വളരെ ഈസിയാണ്. ബുള്ളറ്റിന്റെ വലിപ്പവും മെറ്റൽ മിക്സും ലെങ്ത്തും അനുസരിച്ച് ഫോറൻസിക് പരിശോധനയോടെ വളരെ ഈസിയായി നമുക്കത് കണ്ടെത്താൻ കഴിയും. ശങ്കർ, ഒരു കാര്യം കൂടി. അവന്തികയുടെ കഴിഞ്ഞ ഒരു മാസത്തെ ഫോൺ കോൾ ലിസ്റ്റുകൾ പരിശോധിക്കണം. സർ. അനിരുദ്ധന്റെ ബോഡിയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ ദിവസം അവന്തികയുടെ ഫോണിലേക്ക് വന്നതും പോയതുമായിട്ടുള്ള എല്ലാ നമ്പറുകളും ട്രേസ് ചെയ്യണം. ഓക്കെ സർ. സംശയാസ്പദമായ എല്ലാ നമ്പറുകളും ഡീറ്റെയിൽഡ് ആയിട്ട് പരിശോധിക്കണം. ശരി സർ. എന്നാ പിന്നെ പണി തുടങ്ങിക്കോ. ഇനിയൊട്ടും സമയം കളയാനില്ല. ശരി, നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട്. ഓക്കെ, ശരി. സച്ചി വേണമെങ്കിൽ ക്യാൻറ്റീനിൽ പോയി ഒരു ചായ കുടിച്ചിട്ട് വാ. ഞാൻ മീറ്റിംഗ് കഴിഞ്ഞിട്ട് വരാം. ചേട്ടാ, ഈ ക്യാൻറ്റീൻ എവിടെ? ദേ അവിടെ. താങ്ക് യു. മേ കമിൻ സർ? യെസ്, കമിൻ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഇരിക്കൂ. ഡോക്ടർ ആവശ്യപ്പെട്ട എല്ലാ രേഖകളും ഇതിലുണ്ട്. താങ്ക് യു സർ. എനിക്കറിയേണ്ടത് പ്രധാനമായ ഒരു കാര്യം മാത്രമാണ്. ഡോക്ടർ മിലന്റെ പേഷ്യൻസ്, അതിൽ ഹാർട്ട് ട്രാൻസ്പ്ലാന്റ് സജസ്റ്റ് ചെയ്ത എത്ര പേഷ്യൻസ് ഉണ്ടായിരുന്നു? ഗുരുതരമായ രോഗമുണ്ടായിരുന്ന എല്ലാ പേഷ്യൻസിന്റെയും ലിസ്റ്റ് അതിലുണ്ട്. ഓ, എനിക്കറിയേണ്ടത് അതിൽ 25 വയസ്സോളം പ്രായമുള്ള ഒരു പെൺകുട്ടിയെ കുറിച്ചാണ്. ഡോക്ടർ തന്ന ലിസ്റ്റിൽ ആകെ ഉള്ളതിൽ 14 പേരും സ്ത്രീകളാണ്. അതിൽ തന്നെ 10 പേർ 40 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരാണ്. 22-നും 27-നും ഇടയ്ക്ക് പ്രായമുള്ള പേഷ്യൻസ് 4 പേരുണ്ട്. അപ്പോ ഡോക്ടർ അന്വേഷിക്കുന്ന പേരും അതിൽ തന്നെ ഉണ്ടാകണം. താങ്ക് യു സർ. ശരി. ഇനി എനിക്ക് ഡോക്ടർ മിലനെ ഒന്ന് കാണണം. അത് പറ്റില്ല സർ. വൈ? എന്തു പറ്റി? ഡോക്ടർ മിലൻ ഇവിടെ ഇല്ലേ? ഇവിടെ ഉണ്ടായിരുന്നു കഴിഞ്ഞ ഒരു മാസം മുമ്പ് വരെ. ഇപ്പോ പിന്നെ എവിടെ പോയി? വിദേശത്തെങ്ങാനും പോയോ? അതോ ജോലി രാജിവെച്ചോ? അല്ല സർ, ഈ ഹോസ്പിറ്റലിന്റെ എല്ലാമായിരുന്നു ഡോക്ടർ മിലൻ.
ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഡോക്ടറായിരുന്നു. കഴിഞ്ഞ 1 മാസം മുൻപ് അദ്ദേഹം ഒരു വാഹന അപകടത്തിൽ മരിച്ചുപോയി. മൈ ഗോഡ്. ഈശ്വര, സമൃദ്ധിയുടെ ഭൂതകാലത്തിലേക്കുള്ള വഴി അടയുകയാണല്ലോ. ഇനിയിപ്പോ എന്ത് ചെയ്യും? ഞങ്ങൾക്കും ഡോക്ടറിന്റെ മരണം ഒരു ഷോക്കായിരുന്നു. വളരെ വളരെ പ്രതീക്ഷയോടെ ഞാൻ വന്നത്. സർ, എനിക്കൊരു ഹെൽപ്പ് കൂടി ചെയ്യണം. പറയൂ സാർ, ഞാൻ എന്താ ചെയ്യണ്ടേ? ഇതിലേതെങ്കിലും പേഷ്യൻസിന്റെ പേഴ്സണൽ അഡ്രസ്സ് വേണ്ടി വന്നാൽ എനിക്കതൊന്ന് അയച്ചു തരണം. തീർച്ചയായും അയച്ചുതരാം. ആ, എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. എനിക്കൊരു മീറ്റിംഗിന് സമയമായി. ശരി സാർ. ശരി, അപ്പോൾ ഓക്കെ. ഓക്കെ. താങ്ക് യു വെരി മച്ച്.